പറവൂർ മണ്ഡലത്തിൽ സ്ഥാനാർത്ഥികളുടെ പ്രചരണത്തിന് ചൂട് പിടിച്ചു. ജനക്ഷേമവും വികസനവും പറഞ്ഞ LDF സ്ഥാനാർത്ഥി ടൈസൺ മാസ്റ്ററും UDF സ്ഥാനാർത്ഥി VD സതീശനും പ്രചരണത്തിൽ സജീവമാണ്. കാൽപറ്റാണ്ടുകാലമായി പറവൂരിന് നിഷേധിക്കപ്പെട്ട മര്യാദകൾ തിരിച്ചുപിടിക്കാൻ, വികസനത്തെ തിരിച്ചുപിടിക്കാൻ പറവൂരിനൊരു നാടിനുണ്ടാവുന്നതിന് വേണ്ടി പ്രിയങ്കരനായ ടൈസൺ മാസ്റ്ററെ കേരള നിയമസഭയിലെ 8 പഞ്ചായത്തുകൾ ഉൾപ്പെടുന്നതാണ് പറവൂർ നിയോജക മണ്ഡലം. കേരളത്തിൽ ശക്തമായ മത്സരങ്ങൾ നടക്കുന്ന മണ്ഡലങ്ങളിലൊന്ന്. 10 വർഷം കയ്പമംഗലം MLA ആയിരുന്ന ടൈസൺ മാസ്റ്റർ LDFനായി രംഗത്തിറങ്ങുമ്പോൾ പ്രതീക്ഷകളേറെ. UDF സ്ഥാനാർത്ഥി VD സതീശനും പ്രചരണത്തിൽ സജീവമായി. പ്രതിപക്ഷ നേതാവിന്റെ മണ്ഡലമായിരുന്നിട്ട് പോലും അടിസ്ഥാന വികസനങ്ങൾ പോലും മണ്ഡലത്തിൽ നടന്നിട്ടില്ല. വിജയിച്ചാൽ ജനങ്ങൾ ഉന്നയിക്കുന്ന പ്രശ്നങ്ങൾക്കെല്ലാം ശാശ്വത പരിഹാരത്തിന് ശ്രമിക്കുമെന്ന മാഷിന്റെ ഉറപ്പ്. കേരളത്തിൽ നടത്തിയ വികസനം, പൊതുവെ ഗവൺമെൻറ് നടപ്പാക്കിയ വികസനം അത്രത്തോളം ഇവിടെ ശ്രദ്ധിക്കപ്പെട്ടിട്ടില്ല എന്ന് തോന്നുന്നു. മേജർ പ്രോജക്റ്റുകൾ നടപ്പാക്കേണ്ട സ്ഥലമാണ്. പുത്തമ്പേലിക്കരയിൽ കുടിവെള്ള പദ്ധതി വേണം. ഇവിടെയാണെങ്കിൽ കോടതിയുടെ കോംപ്ലക്സ് അത് നന്നാക്കാനുള്ള ശ്രമം വേണം. അതുപോലെ നിരവധിയായ വിഷയങ്ങളുണ്ട്. താലൂക്ക് ആശുപത്രി സംബന്ധിച്ചുള്ള വിഷയം, അതുപോലെ വരാപ്പുഴ മാർക്കറ്റ് സംബന്ധിച്ച് നിരവധിയായിട്ട് വിഷയം. പക്ഷെ അക്കാര്യത്തിലൊന്നും വേണ്ടത്ര ശ്രദ്ധിച്ചില്ല. ചെല്ലിനോടത്തൊക്കെ പരാതികൾ പറയുന്നുണ്ട്, ജനങ്ങൾ ആഗ്രഹിക്കുന്ന പദ്ധതികളുണ്ട്. ആ പദ്ധതികൾ എല്ലാവരുടെയും കൂട്ടായ ശ്രമത്തോടെ നടപ്പാക്കുന്നതാണ്. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് മുൻപേ തന്നെ പറവൂരിൽ പ്രവർത്തനം ആരംഭിച്ച ടൈസൺ മാസ്റ്റർ പ്രചരണ രംഗത്ത് മുൻതൂക്കം നേടി. കോൺഗ്രസ് വിട്ട് BJPയിൽ ചേർന്ന വത്സല പ്രസന്നകുമാറാണ് NDA സ്ഥാനാർത്ഥി. ഇത്തവണ കടുത്ത മത്സരം നടക്കുന്ന മണ്ഡലമാണ് പറവൂർ. UDFന്റെ കോട്ട തകർക്കാൻ ശക്തനായ പോരാളിയാണ് LDF രംഗത്തിറക്കിയിരിക്കുന്നത്. പ്രതിപക്ഷ നേതാവിന്റെ മണ്ഡലമായിരുന്നിട്ട് പോലും വികസന മുരടിപ്പാണ് ഇവിടുത്തെ പ്രധാന ചർച്ചാ വിഷയം. ക്യാമറമാൻ രാജു വർഗീസിനോടൊപ്പം അർച്ചന വിനോദ്, കൈരളി ന്യൂസ്, കൊച്ചി.